മതി, ബാക്കി നിങ്ങൾ കുടിച്ചോട്ടെ. ഞാൻ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരരുതെന്ന്. ഞാൻ നിങ്ങളെ വിളിച്ചതല്ലേ. എന്റെ വാക്ക് കേൾക്കാതെ ചാടി പുറപ്പെട്ടിട്ട് കത്തിമുനയിൽ തീരേണ്ടതായിരുന്നു നീ. അതിനു മുമ്പ് എന്നെ രക്ഷിക്കാൻ നിങ്ങൾ വന്നില്ലേ? എനിക്ക് സഞ്ജു, നീ എങ്ങനെ ഇവിടെ വന്നു? എല്ലാം സാവകാശം അപ്പച്ചോട് പറയാം. അവിടെ ഇവളുടെ വല്യമ്മ വീണ് കിടപ്പുണ്ട്. അവർക്ക് എന്താ പറ്റിയെന്ന് ചെന്ന് നോക്ക്. അയ്യോ വല്യമ്മ, ഇവനാ എന്നെ പിടിച്ച് തള്ളിയത്. ആരാണ് നിങ്ങളെ അയച്ചത്? അത് പറയാൻ നിന്നെ ഇവിടുന്ന് വിടില്ല. സത്യം പറഞ്ഞാ നിന്നെ ഇവിടുന്ന് വിടാം. എനിക്ക് വേണ്ടതേ നിന്നെ അയച്ചവനെയാ. പറയണം, കിട്ടിയതൊന്നും പോയി പറയണം. നിങ്ങൾ ആരാന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളെ അയച്ചത് നരേന്ദ്രനാ. കേട്ടില്ലേ ആനന്ദവല്യമ്മേ? സത്യമാണോടാ നീ പറഞ്ഞത്? അതെനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. നരേന്ദ്രനാ ഈ കൊച്ചിനെ കൊന്നുകളെ ഞങ്ങളോട് പറഞ്ഞത്. എടാ മഹാഭാവി, നീ എന്നോട് ഈ കൊലച്ചത് ചെയ്യണ്ടായിരുന്നു. എനിക്കിപ്പൊ തന്നെ അവരെ കാണണം. എന്തിനാ ആനന്ദവല്യമ്മ ഇങ്ങനൊരു നാടകം? ഞങ്ങളൊക്കെ ഇത് എത്ര കണ്ടതാ. മനസ്സാ വാച ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. ഇവർ ഇന്നലെ എന്റെ വീട്ടിൽ വന്നതാ. ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ഞാൻ എന്റെ കുട്ടിയെ കൊലയ്ക്ക് കൊടുക്കുവോ? അപവാദം മാത്രം പറയല്ലേ. എന്താ പ്രശ്നം? ഇവൻ ക്ഷേത്രത്തിൽ വെച്ച് ആനന്ദവല്യമ്മയും ലച്ചുവിനെയും ആക്രമിച്ചു. വേറെ 3 പേർ കൂടി ഉണ്ടായിരുന്നു. അവർ രക്ഷപ്പെട്ടു. ഇവൻ പറയുന്നത് നരേന്ദ്രൻ തമ്പിയാ ഇവരെ അയച്ചതെന്ന്. നീ ഏത് നാട്ടുകാരനാടാ? എനിക്കെങ്ങനെ നാടും വീടൊന്നുമില്ല. പണി കിട്ടിയാ ഞാൻ ചെയ്യും. ആരാടാ എനിക്ക് കൊട്ടേഷൻ തന്നത്? നരേന്ദ്രനാ. നരേന്ദ്രൻ തമ്പിയാണോ? ആ, അയാൾ തന്നെ. നരേന്ദ്രൻ തന്ന കൊട്ടേഷൻ എന്താ? നരേന്ദ്രൻ സാറ് പറഞ്ഞത് ആ പെണ്ണിനെ തീർത്തിട്ട് വരാനാ. നരേന്ദ്രനെ നീ എത്ര വട്ടം കണ്ടിട്ടുണ്ട്? കൊറേ തവണ. ഈ പണി നരേന്ദ്രൻ നിന്നെ നേരിട്ട് വിളിച്ചു തന്നതാണോ? ആ കോപ്പേ, നീ പറഞ്ഞ നരേന്ദ്രനാ ഞാൻ. എപ്പോഴാ ഞാൻ നിനക്ക് കൊട്ടേഷൻ തന്നത്? നീ എന്താടാ കണ്ടിട്ടില്ല എന്റെ പേര് പറഞ്ഞത്? അത് പറഞ്ഞില്ല നിന്നെ കൊല്ലും. അത് ഒരു സ്ത്രീ നിങ്ങളെ നരേന്ദ്രൻ അയച്ചതാണോന്ന് പലതവണ ചോദിച്ചു. കേട്ടല്ലോ അപ്പച്ചി അത് പറഞ്ഞത്. എനിക്ക് ലച്ചുനോട് പകയണമെന്ന് കരുതി ഞാനാ യുവമാരെ അയച്ചെന്ന് കരുതിയാ അവരത് ചോദിച്ചത്. ഇവൻ ആദ്യം ആക്രമിച്ചത് അപ്പച്ചിയാ. ഇവൻ അവരുടെ നെറ്റിയാ പൊട്ടിച്ചത്. പിന്നെ നിന്നെ ആരാടാ അയച്ചത്? പറയണ. എനിക്കൊന്നും അറിയില്ല. എന്നെ എന്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് വന്നതാ. വേറൊരുത്ത ഇവിടെ വന്നിരുന്നു. ഞാനവനെ കാണുന്ന ആദ്യ. സത്യമാ ഞാൻ പറയുന്നത്. രക്ഷപ്പെടാനാ നരേന്ദ്രൻ എന്ന് പറഞ്ഞത്. ഇവനെ കൊണ്ട് ഞാനെല്ലാം പറയിപ്പിക്കാം. സഹിക്കാൻ പറ്റാത്ത വേദനയൊക്കെ അവര് ചേച്ചി. കഴുത്ത് തിരിക്കാൻ പറ്റുന്നില്ല. അമ്മോ, എന്താ പറ്റിയ നിനക്ക്? ആ ദ്രോഹി എന്റെ കഴുത്തിൽ കയറി പിടിച്ചു. നീ അത് നേരത്തെ പറയാതിരുന്ന എന്താ? പ്രശ്നമായോ? എന്താ എന്താ ലച്ചു? കൂട്ടുകാരത് അയാളെ കഴുത്തിന് പിടിച്ചതാ. ലച്ചുവിനെ അവര് ഉപദ്രവിച്ചോ? അയ്യോ, ലച്ചുവിന്റെ കഴുത്തിനെന്തോ പറ്റിയിട്ടുണ്ടല്ലോ. ഉളുപ്പുവല്ല വീണ് കാണോ? എന്താ പ്രശ്നം? ലച്ചുവിന്റെ കഴുത്തിന് ആരോ പിടിച്ചു. ഇപ്പൊ തല തിരിക്കാൻ വയ്യ. മോനെ കണ്ടപ്പോഴേ ഒരു സമാധാനമായത്. ലച്ചുവിനെ പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ടുപോകും. അവൾക്ക് നല്ല വേദന ഉണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് ഹോസ്പിറ്റലിൽ പോ. ഇതിപ്പോ അതിന്റെ കാര്യമൊന്നുമില്ല മോനെ. സിത്തിമുത്തി ഒന്ന് കണ്ടാ മതി. അവർക്കറിയാത്ത നാട്ടുവൈദ്യം വല്ലതും ഉണ്ടോ? സിത്തിമുത്തി തൈലായിട്ട് ഒന്ന് പിടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. കഴുത്തിന് പെയിൻ ഉണ്ടെങ്കിൽ സിറ്റിയിലെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചാ പോരെ? ഏയ്, അതിന് മാത്രമൊന്നുമില്ല. സിദ്ധിമുത്തിയെ കണ്ടാ മതി. ആലോചിച്ച് നിൽക്കാതെ മോൻ ഇവളെ അങ്ങോട്ട് കൊണ്ടുപോകും.
വെച്ച് താമസിപ്പിച്ച നീര് വരും. എന്നാ വാ, ആരെയൊന്നു വെച്ചാ കാണാം. എവിടെയാ അവരുടെ വീട്? എനിക്കറിയാം. ഞാൻ പോയാ മതിയോ? അവൻ അവളെ കൊണ്ടുപോട്ടെ. ആ, അതല്ലേ അതിന്റെ ശരി. വാ. നീ തന്നെയല്ലടാ മാരേജ് സർട്ടിഫിക്കറ്റ് ബോധ്യപ്പെടുത്തിയത്. നീ ആരുടെ ഷട്ടിലാ കൈവച്ചതെന്ന് നിനക്കറിയോടാ? നിന്നെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നതേ വെറും ഫ്രോഡുകളുടെ ലിസ്റ്റിലാ. നിനക്കെന്റെ ഭാര്യ വാതില് തുറന്നു തരണം, അല്ലേടാ? ഗൗതം പ്ലീസ്, ഇവിടെ വെച്ചൊന്നും വേണ്ട. പ്ലീസ് ഗൗതം. നാണം കെട്ടവൻ. ബാധ്യതയുടെ കണക്ക് കൂടുകയാണല്ലോ കവിതേ. ദിനേശൻ, എന്റെ ക്യാബിനിൽ നിന്ന് പുറത്തു പോ. പുറത്തു പോവാനാ പറഞ്ഞത്. വന്നു പോവാനാണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? നിനക്ക് എന്താ ഇപ്പൊ വേണ്ടത്? അങ്ങനെ ചോദിക്ക്. ഞാനേ ഒരു യാത്ര കഴിഞ്ഞു വന്നപ്പോ ഭാര്യ തീർത്ഥാടനത്തിന് പോയിരിക്കുന്നതായി അറിഞ്ഞു. എന്നാ പിന്നെ ഒന്ന് ഗോവ വരെ പോയി വന്നേക്കാമെന്ന് ഞാനും അങ്ങ് വിചാരിച്ചു. ഗോവ വരെ പോവാന്ന് വെച്ചാ അല്പ ചിലവുള്ള കാര്യം. നീയേ എനിക്കൊരു 5 ലക്ഷം രൂപ താ. അത് ചോദിക്കാനാ ഞാൻ വന്നത്. കടമായിട്ടൊന്നും അല്ല കേട്ടോ. ഈ സെറ്റപ്പേ എന്റെ മനസ്സിൽ തന്നെ വച്ചേക്കണം. അതിന് എന്ത് പേരിട്ട് വിളിച്ചാലും എനിക്കൊന്നുമില്ല. 5 ലക്ഷം രൂപ അതെനിക്ക് കിട്ടണം. നിനക്കെന്നെ ശരിക്കും അറിയില്ലടാ. അത് വേണ്ട. എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ ജീവനോടെ ഉണ്ടെന്ന് വരുത്തി തീർത്തിട്ട് ഒരു കുഞ്ഞു പോലും അറിയാതെ നിന്നെ തീർക്കാൻ എനിക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല. ഞാൻ കണ്ട ലോകമൊന്നും തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഒരു ഇത്തിൽ കണ്ണിയെ പോലെ ജീവിക്കുന്ന നീ കണ്ടിട്ടില്ലടാ. 1 രൂപ ഞാൻ തരില്ല. നിന്റെ ഭീഷണിക്ക് ഞാൻ നിന്ന് തരാനും പോകുന്നില്ല. ഇറങ്ങിപ്പോടാ. അധ്വാനിച്ച് കാശുണ്ടാക്ക. ഒരാള് തരില്ല എന്ന് പറഞ്ഞാൽ പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. ശരി, ഞാൻ പോയി. ഗൗതം ഉണ്ടായിട്ടാ കൂടുതൽ സംസാരിക്കാതെ അവൻ പോയത്. കവിതേ, ഇവനെ പോലെ ഒരുത്തിന് ആ നല്ല പെൺകുട്ടിയെ നിങ്ങൾ എങ്ങനെയാ കെട്ടിച്ചു കൊടുത്തത്? മഹാ കഷ്ടം. അപ്പോ വിവരങ്ങളൊക്കെ ഇവിടം തൊട്ട് അറിയിച്ചു തുടങ്ങാമല്ലോ. അതൊന്ന് ചോദിച്ചിട്ട് തുടങ്ങാമെന്ന് കരുതി. മാരേജ് സർട്ടിഫിക്കറ്റ് സഞ്ജുവിന് അയച്ചു തന്നെ ഉദ്ഘാടനം ഞാൻ അങ്ങ് നിർവഹിക്കും. പിന്നെ അമ്മായി അച്ഛനും വല്യേച്ചിക്കും ഈ കമ്പനിയിലെ മുഴുവൻ സ്റ്റാഫിനും. എന്നാ നീ അതങ്ങ് ചെയ്യടാ. ചെയ്യുന്നുണ്ടല്ലോ. നീ പറഞ്ഞത് സത്യം തന്നെയാ. നീ കണ്ട അതോലോന്നും ഞാൻ കണ്ടിട്ടില്ല. ആളെ കൊന്ന് ശീലിച്ചിട്ടുമില്ല. എന്റെ ലോകവേ ഇത് തന്നെയാ. നിനക്ക് ഞാനത് തെളിയിച്ചു തരും. കവിതേ, കാവേരിയെ വിളിച്ച് ഞാൻ പറഞ്ഞേക്കാം. അയാളല്ലെന്ന് ക്ഷേത്രത്തിൽ വെച്ച് തന്നെ തെളിഞ്ഞല്ലേ? കാവേരിയെപ്പറ്റി ഈ വിവരം വീട്ടിൽ വിളിച്ച് പറഞ്ഞോ? ഞാൻ ഇതുവരെ വീട്ടിലേക്ക് വിളിച്ചില്ല. പേടിച്ചിട്ട് ഞാൻ ദിനേശ് ചേട്ടനോടും ഒന്നും പറഞ്ഞില്ല. പറഞ്ഞ സഞ്ജു ഇവിടെ വന്ന വിവരവും പറയേണ്ടി വരും. അവന്റെ അമ്മ ബോധം കെട്ട് വീണെന്നും വരും. പറയാതിരിക്കുന്നതാ സച്ചി നല്ലത്. എല്ലാവരും പേടിക്കും. എനിക്ക് ഇനിയും ഇവിടത്തെ ക്ഷേത്രത്തിൽ വരണമെന്നുണ്ട്. ദിനേശ് ചേട്ടൻ ഒരിക്കലും ഇനി അതിന് സമ്മതിക്കില്ല. പറയുന്നതുകൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? അത് മാത്രമല്ല, അമ്മോന്റെ വീട്ടുകാരെയും നാട്ടുകാരെയും പറ്റി ഒരു മോശ ഇമേജും ഉണ്ടാവും. ഇത് നല്ല നാടാണെന്നാ അവര് കരുതുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മളുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല ക്ഷേത്രത്തിൽ നടന്നതെന്ന്. വല്ല കുടിപ്പകയാവും. ഈ വീട്ടുകാരും മറ്റൊരു കൂട്ടരുമായി വന്നവരാദ്യം ആക്രമിച്ചത് അമ്മുവിന്റെ വല്യമ്മയാ. അതുകൊണ്ട് അമ്മ ഓടിച്ചെന്ന് കാണും. ലച്ചുവിന്റെ അച്ഛൻ ക്ഷേത്രത്തിൽ വച്ച് രാധാമണി ടീച്ചറിന്റെ കഴുത്തിൽ താലിയും കെട്ടി. കുടുംബത്തിൽ കലഹവുമായി. ആ മനുഷ്യൻ കുലുങ്ങിയില്ല. താമസൻ രാധാമണി ടീച്ചറിന്റെ കൂടെയായി. ആനന്ദവല്ലി കാരണം തച്ചിലെടുത്ത തറവാട് ഇന്നത്തെ പോലെ അന്നും കടത്തി മുങ്ങി. എല്ലാം ജപ്തി ചെയ്യുമെന്ന അവസ്ഥയായി. രാധാമണി ടീച്ചർ തന്റെ സ്വത്തുക്കളെല്ലാം വിറ്റ് തച്ചിലെടുത്ത വീട് വീണ്ടെടുത്തു. അതോടെ ആനന്ദവല്ലിയുടെ ഒച്ചയൊന്നടഞ്ഞു.
ആ ബന്ധം അംഗീകരിച്ചതുപോലെയായി. ടീച്ചർ ഗർഭിണിയായി. ആ കുഞ്ഞ് ഭൂമിയിലേക്ക് വരാനുള്ള സമയമേ വേണ്ടി വന്നുള്ളൂ. ടീച്ചർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ. എന്റെ തമ്പുരാട്ടിക്കുട്ടി പ്രസവത്തോടെ മരിച്ചുപോയി മോനെ. ഒരു പെൺകുഞ്ഞിനെ തന്നിട്ട് ദേവി ഭക്തനായ ആ മനുഷ്യൻ മോൾക്കിട്ട പേരാ ലക്ഷ്മി. അദ്ദേഹം മോൾക്ക് വേറെന്ത് പേരിടാന്? ആ കുഞ്ഞുമായി അദ്ദേഹം തച്ചിലിടത്തേക്ക് പോയി. ബാലാമണിയമ്മ 2 കൈയും നീട്ടി ആ കുഞ്ഞിനെ സ്വീകരിച്ചു. ദേവിയുടെ അനുഗ്രഹമുള്ള കുട്ടിയെന്ന് നാട്ടുകാരൊക്കെ പറയാനും തുടങ്ങി. അമ്മുവായിരിക്കും. ദൈവമേ, അവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവരുതേ. ഒന്നും അറിയാതെ സച്ചിങ് എത്തിയാൽ മതിയായിരുന്നു. സഞ്ജുവിന്റെ കോളാണല്ലോ. അവനെ എങ്ങനെ സമാധാനം കിട്ടാനാ? ഹലോ സഞ്ജു. എടാ, ഞാൻ പറയുന്നത് നീ കേട്ടാ മതി. തിരിച്ചൊന്നും ചോദിക്കരുത്. സംസാരിക്കാൻ പറ്റിയ സമയമല്ല. ഞാനിപ്പോ പെരുവണ്ണാപുരത്തുണ്ട്. ലക്ഷ്മിയുടെ നാട്ടിലോ? നീ എന്തിനാ അങ്ങോട്ട് പോയത്? ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഇവിടെ വരേണ്ടി വന്നു. അതൊക്കെ അവിടെ വന്ന് വിശദമായിട്ട് പറയാം. ഞാൻ പറയുന്നത് നീ കേൾക്ക. ഞാൻ ഇവിടെ എത്തിയ വിവരം കാവേരി അപ്പച്ചിക്കും സച്ചിക്കും അറിയാം. ഞാൻ അവരെ കണ്ടു. ഇനി ഞാൻ വിളിച്ച വിവരം പറയാം. ഞാൻ ഇവിടെ വന്ന വിവരം സച്ചി സ്വാതിയോട് പറഞ്ഞ നീ അപ്പൊ തന്നെ എന്നെ വിളിച്ചറിയിക്കണം. എന്തെങ്കിലും കാര്യത്തിന് ഞാൻ പെരുവണ്ണാപുരത്ത് പോയെന്ന് അവൾ ചോദിക്കാതെ തന്നെ എനിക്ക് പറയാനാ. അല്ലെങ്കിൽ അവളുടെ മുമ്പിൽ ഞാൻ പെട്ടുപോകും. സച്ചിയെ ഞാൻ വിലക്കിയിട്ടുണ്ട്. അവനെ വിശ്വസിക്കാൻ പറ്റില്ല. അവനൊന്നും അറിയില്ലല്ലോ. വേറെ എന്തെങ്കിലും ഉണ്ടോ? അവിടെ ആരെങ്കിലും ഉണ്ടോ? ശരി, വെച്ചോ, പിന്നെ സംസാരിക്കാം. ആരോടാ? തിരിച്ച് അങ്ങോട്ടൊന്നും പറയാൻ പറ്റാതെ വിഷമിക്കുന്നല്ലോ. വല്ല ചുറ്റുകളി ഉണ്ടോ? ഏയ്, ഇതെന്റെ അടുത്ത കൂട്ടുകാരൻ വിളിച്ചതാ. പെരുവണ്ണാപുരത്തുനിന്ന് ഒരറിവുമില്ലല്ലോ. ഇനി അവിടെ എന്ത് നടക്കുന്ന ഒരു രൂപവും ഇല്ല. ഇതുവരെയും സച്ചി അമ്മു സംസാരിച്ചിട്ടില്ല. സച്ചി വിളിച്ചായിരുന്നോ? രാവിലെ വിളിച്ചു. ക്ഷേത്രത്തിലേക്ക് പോവാൻ റെഡിയാവോന്ന് പറഞ്ഞു. പിന്നെ വിവരമൊന്നുമില്ല. ഞാൻ ആകെ ടെൻഷനില്ല. അമ്മ ഒന്നും പ്രതീക്ഷിച്ചല്ല പോയത്. അവൾ അമ്പരന്ന് പോകാനാ സാധ്യത. ചിലപ്പോ ബോധം കെട്ട് വീണെന്ന് തന്നെ വരും. സ്വാതിക്കാൻ നന്നായിട്ട് അറിയാവുന്നുള്ളല്ലേ. എന്ന് വെച്ച് ഇത് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുമോ? സച്ചി സംസാരിക്കട്ടെ. ഏതിനും ഒരു അവസാനം വേണ്ടേ? സച്ചിയെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി എതിർത്തൊന്നും അവൾ പറയില്ല. പാവം അമ്മു ഇങ്ങനെ ഒരു പരീക്ഷണം കാത്തിരിക്കുന്നതെന്ന് അവൾ അറിയാതെ പോയി. അല്ല, നീ എന്താ അവരൊന്നിക്കാൻ ആഗ്രഹിക്കാത്ത പോലെ? അമ്മ ഇങ്ങനെ കഴിഞ്ഞാ മതി എന്നാണോ? എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അവൾക്കൂടെ അത് തോന്നണ്ടേ? എന്തായാലും അവളുടെ മനോഭാവം എന്താണെന്ന് ഇന്നറിയാൻ കഴിയും. സംസാരം കഴിഞ്ഞ് സച്ചി ഒന്ന് വിളിച്ചാ മതിയായിരുന്നു. അറിയാൻ എന്തിരിക്കുന്നു? ആരും ഒന്നും അറിയുന്നില്ല. സ്വാതി ഓർക്കുമ്പോ സങ്കട തോന്നുന്നത്. എന്നാ പിന്നെ ഒന്നിച്ചു പോടാ. പക്ഷേ ഞങ്ങൾക്ക് ഒന്നുകൂടെ ക്ഷേത്രത്തിൽ കയറണം. ഞാൻ വന്നതിന്റെ ഉദ്ദേശമൊന്നും കഴിഞ്ഞിട്ടില്ല. അതിനിടയ്ക്കല്ലേ നാടകീയ രംഗങ്ങളൊക്കെ അരങ്ങേറിയത്. എനിക്ക് ഒന്നുകൂടെ തൊഴണം. സഞ്ജു ഞങ്ങളെ കാത്തു നിൽക്കണ്ട, നീ പൊയ്ക്കോ. ഞങ്ങൾ പിന്നാലെ വന്നേക്കാം. പിന്നെ ഞാൻ ഇവിടെ വന്നതും ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളും വീട്ടിൽ ആരും അറിയരുത്. സ്വാതിയോ അമ്മയോ അതൊന്നും അറിയാൻ പാടില്ല. ഇതേ ചൊല്ലി വീട്ടിലൊരു സംസാരം ഉണ്ടാവരുത്. ഞങ്ങളാരും പറയില്ലടാ, അത് തീരുമാനിച്ചതാ. ഞാൻ ഇതുവരെ സ്വാതിയോട് പറഞ്ഞിട്ടില്ല. ഞാൻ എറണാകുളത്താണെന്ന് അവള് വിശ്വസിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഞാൻ ഇവിടെ വന്ന കാര്യം പറഞ്ഞാൽ എനിക്ക് അവളോട് തിരുത്തി പറയാൻ പറ്റാതാവും. അത് ഞങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാതിയുടെ സ്വഭാവം അറിയാലോ. നിന്നോട് കൂടിയാ പറയുന്ന. എല്ലാം ചേച്ചിയോട് പറയുന്ന ആളല്ലേ. ഞങ്ങൾ തമ്മിൽ പിണക്കരുത്.
കൂട്ടുകാരനെ ബോധ്യപ്പെടുത്താനും ഈ അഭിനയം. ഞാൻ ചേച്ചിയോട് പറയില്ല. നീ സ്വാതിയോട് പറയാത്ത സ്ഥിതിക്ക് നിങ്ങളെ തെറ്റിക്കാൻ ഞങ്ങൾ ശ്രമിക്കോ? ഞാൻ മാത്രം മൂളിയെ പോരല്ലോ. പിന്നെ പെരുവണ്ണാവരത്തമ്മ എനിക്ക് തുണയായിട്ടുണ്ടാവും. അതാ എന്റെ വിശ്വാസം. എനിക്കും വലിയ വിശ്വാസ. ദിനേശന്റെ കൂടി എനിക്കും ഇവിടെ കൊണ്ടുവരണം. ഞാനത് ദേവിയോടും പറഞ്ഞു. ഇനി ഇതിപ്പോ നമ്മുടെ സ്വന്തം നാടായില്ലേ, എല്ലാത്തിനും അമ്മൂനോടാ നന്ദി പറയേണ്ടത്. എന്താ അമ്മു മുഖം വല്ലാതിരിക്കുന്നത്? സുഖം തോന്നുന്നില്ലേ? ഒന്നുമില്ല കാവേരി ചേച്ചി. കേട്ടോ കാവേരി അപ്പച്ചി, എന്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ ഈ യാത്ര മറക്കില്ല. മറക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങളല്ലേ ഉണ്ടായത്. ക്ഷേത്രത്തിൽ വെച്ച് ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായെങ്കിലും ഞാനും ഹാപ്പിയാണ് സച്ചി. 2 ദിവസം പോയത് അറിഞ്ഞതേയില്ല. ഈ യാത്ര കൊണ്ട് എനിക്കും അപ്പച്ചിക്കും ദേവി നല്ലത് വരുത്തും. അപ്പൊ അമ്മുവിനോ? അമ്മോ ദേവിയുടെ സ്വന്തം കുട്ടിയല്ലേ. നമുക്ക് ഈ നേട്ടങ്ങൾ ഉണ്ടാവുന്നതും അമ്മ വഴിയല്ലേ. എങ്കിലെന്താ, ശുദ്ധവായു ശ്വസിക്കാം. കുറെ കാലം കൂടി ജീവിക്കാനുള്ള ആയുസും കിട്ടും. അമ്മുവിന്റെ വിലയേറിയണമെങ്കിലേ അവളുടെ നാട്ടിൽ പോണം. ഇവളെ ആ നാട്ടുകാരുടെ ഭാഗ്യലക്ഷ്മിയാ. ഇവള് ഭാഗ്യലക്ഷ്മിയാണെന്ന് ഞാൻ എന്നേ തിരിച്ചറിഞ്ഞത്. ചുറ്റുപാടൊക്കെ എങ്ങനെയുണ്ട്? ആ തറവാടും മുഴുവൻ സ്വത്തുക്കളും അമ്മുന്റെ പേരിലാച്ച. അതൊക്കെ കൈയടക്കി വെച്ചിരിക്കുന്നത് അമ്മുന്റെ വല്യമ്മയും മക്കളുവാ. എന്ത് ചെയ്യാനും മടിക്കാത്ത കൂട്ടരാ. ആ വീട്ടിൽ അസുരനെ പോലെ ഒരുത്തരുണ്ട്, വല്യമ്മയുടെ അനന്തരവൻ. നരേന്ദ്രൻ തമ്പി നാട്ടുരാജമെന്നാ അവന്റെ ഭാവം. സച്ചിയോട് മുട്ടം വന്നോ? ആ എങ്കി അവൻ വിവരം അറിഞ്ഞാനെ. 50-നടുത്ത് പ്രായം വരും അയാൾക്ക്. അയാളെ കൊണ്ട് അമ്മുനെ കെട്ടിക്കാനിരുന്നത്. അതൊക്കെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സഞ്ജു വിളിച്ചു സ്വാതി? സഞ്ജു എപ്പോഴേ വന്നു. ഇപ്പൊ റൂമിലേക്ക് പോയിരിക്കുവാ. സംസാരമൊക്കെ പിന്നെ ആവാം. ചെന്ന് ഡ്രസ് മാറുകാവേലി. ശരി അമ്മേ, ചെല്ല്. വിശദമായിട്ട് പറയാം മുത്തച്ഛൻ. ഒന്ന് ഫ്രഷായി വരട്ടെ. നീ പോയിട്ട് വാ. അമ്മുവിന്റെ മുഖത്ത് ഒരു സന്തോഷം കണ്ടില്ലല്ലോ മോളെ. ആകപ്പാട് ഒരു മരവിപ്പാ. ശരിക്കും അവളൊരു ഷോക്കില. പതുക്കെ അതങ്ങ് മാറിക്കോളും. അവളിതൊരു ഭാഗ്യമായി കരുതി തുള്ളിച്ചാടുവെന്ന വസുമതി കരുതിയത്. അവള് തിരിച്ചറിവുള്ള കുട്ടിയാ. അതുകൊണ്ടാ മുത്തശ്ശ അവളെ ഓർത്ത് എനിക്ക് പേടിയുള്ളത്. അവളിൽ നിന്ന് ഒരു ഉറപ്പ് കിട്ടുന്നത് വരെ ടെൻഷൻ തന്നെയാ. എടാ സ്വാതി പറഞ്ഞ നീ ഞങ്ങൾക്ക് മുമ്പ് എത്തിയ വിവരം അറിയുന്നത്. അതല്ല നീ എങ്ങനെ പറഞ്ഞെത്തി? ഒരു 10 മിനിറ്റ് അത്രേ ആയിട്ടുള്ളൂ. എടാ സ്വാതിക്ക് സംശയമൊന്നുമില്ലല്ലോ? അവൾക്കെന്ത് സംശയം? നീ മീറ്റിംഗ് കഴിഞ്ഞു വന്നു, ഞങ്ങൾ അമ്മൂന്റെ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നു. സച്ചി അതേ വരുന്നുണ്ട്. നമ്മുടെ പ്ലാൻ സക്സസ് ആയോ? അതറിയാനുള്ള തിടുക്കോ എനിക്ക്. അത് ഇവന്റെ മുഖം കണ്ടാൽ അറിയില്ലേ? ഒന്ന് പറ സച്ചി. ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ അവളെ മുഖത്ത് നോക്കി പ്രപ്പോസ് ചെയ്തു. എന്നിട്ട് തീരെ പ്രതീക്ഷിക്കാത്തത് കേൾക്കുമ്പോ ഒരു അമ്പരപ്പുണ്ടാവില്ലേ? അതാ അമ്മുന്റെ മുഖത്ത് കണ്ടത്. അവൾ എന്ത് മറുപടിയാ പറഞ്ഞെന്ന് സച്ചി പറ. അവിടെയല്ലേ ഞാൻ എന്റെ ബുദ്ധി കാണിച്ചത്. അമ്മു ആലോചിച്ച് റിപ്ലൈ തന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞു. അവള് എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പേ ഞാൻ ഇവിടുന്ന് പോവുകയും ചെയ്തു. സഞ്ജുന് എന്താ തോന്നുന്നത്? സച്ചി അവിടെ വെച്ച് തന്നെ അവളുടെ സമ്മതം അറിയുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത്? പറ്റില്ല എന്ന് അമ്മു അവിടെ വെച്ച് പറഞ്ഞ പിന്നെ ആർക്കും അവളെ പ്രേരിപ്പിക്കാൻ പറ്റില്ല. എന്നോടോ നിന്നോടോ അല്ല, സച്ചിയോട് അവള് നോ പറയുന്നത്. അതവിടെ തീരും. അതേടാ നമ്മളോട് അമ്മു താല്പര്യക്കുറവ് പ്രകടിപ്പിച്ച നമുക്ക് ഒരാൾക്ക് റേഞ്ച് ഇല്ല, മറ്റേയാള് സ്വിച്ച് ഓഫും. അമ്മ മുമ്പ് പറഞ്ഞത് ശരിയാ, രണ്ടും ഒരു ത്രാസി തൂങ്ങും. വീട്ടിലുള്ളവരെ എങ്ങനെ വിഷമിപ്പിക്കാന്ന ഇവര് രണ്ടുപേരും ചിന്തിക്കുന്നത്. ഞാനും വിളിച്ചതാ നിന്നെ. എത്ര തിരക്കുണ്ടെങ്കിലും ഒരു നേരെങ്കിലും വീട്ടിലേക്ക് വിളിക്കണം മോനെ. നിന്റെ മുത്തച്ഛനും അച്ഛനും നിന്നെ പോലെ ബിസിനസ്സുകാരായിരുന്നു. അവരാരും വീട്ടിലുള്ള സ്ത്രീകളെ മറന്നുപോയിട്ടില്ല.
നിനക്ക് മാത്രം എന്താ ഇത്ര തിരക്ക്? അങ്ങനെ ചോദിക്കമ്മ. മോനെ, നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിലല്ല, അയാൾക്ക് നമ്മൾ നമ്മുടെ കുറച്ച് സമയം വീതിച്ചു കൊടുക്കുന്നു എന്നുള്ളതില യഥാർത്ഥ സ്നേഹം. അതിനെ പരിഗണന എന്നൊക്കെ പറയാം. നിന്റെ അച്ഛൻ എന്നെ വിട്ടു പോയിട്ടും ഇപ്പോഴും അദ്ദേഹം കൂടെ ഉണ്ടെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. കാരണം ആ സ്നേഹം എനിക്ക് കിട്ടിയതുകൊണ്ടാ. എനിക്ക് നിന്നോട് പറയാനുള്ളത്, ആ പരിഗണനയും സ്നേഹവും നീ ശ്രീകുട്ടിക്കും കൊടുക്കണം. ഞാനത് ശ്രദ്ധിക്കാമേ. സഞ്ജു എന്നെ ദിവസവും 3-4 തവണ വിളിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആവുമ്പോൾ ഉള്ള ടെൻഷൻ, അത് സഹിക്കാൻ പറ്റാത്തത്. ഞാനും അത് അനുഭവിക്കുന്നതല്ലേ മോളെ. ഇനി ഞാൻ ഇവിടെ നിന്നാ നിങ്ങൾ എന്നെ ഏറി നിർത്തും. യാത്രയെ പറ്റിയൊക്കെ ഞാൻ സച്ചോടൊന്ന് സംസാരിക്കട്ടെ. തടിയൂര് പോകുന്നത് കണ്ടോ അമ്മേ? അവന് 100 കൂട്ടം വിഷയങ്ങളാ മോളെ. അതിനിടയിൽ ആർക്കെങ്കിലും ബ്ലഡ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടോടും. റെയർ ബ്ലഡ് ഗ്രൂപ്പ് അവന്റേത്. ഇതൊക്കെ ചെയ്യുന്ന അവനെ ദൈവം കാത്തു സൂക്ഷിച്ചാ മതി. അമ്മയുടെ മോൻ വീട് മറന്നു പോകുന്ന തിരക്കിലല്ല, ആ സമയം ആരോരുമില്ലാത്തവർക്ക് സഹായം ചെയ്യുന്ന തിരക്കിലായിരിക്കും. സച്ചിക്ക് ഇങ്ങനൊരു ചിന്ത വന്നു തുടങ്ങിയെന്ന് കുറച്ചുനാൾ മുന്നേ ഞാൻ മനസ്സിലാക്കിയതാ. അമ്മ ഒന്നിനും അങ്ങോട്ട് പോവാത്തോണ്ട് അമ്മൂനെ വിലക്കേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ പലതവണ സഞ്ജുവിന് ഞാൻ മുന്നറിയിപ്പ് കൊടുത്തതാ. അമ്മു ആരാണെന്നുള്ള വിചാരം പോലും സഞ്ജുവിന് ഉണ്ടായില്ല. അവനെന്നെ പരിഹസിക്കാനാ ശ്രമിച്ചത്. സച്ചി അവളെ കയറി പിടിച്ചു കാണും. ഇത് വെച്ചൊരു കളി കളിക്കാം. രണ്ടുപേരും രഹസ്യമാക്കി വെക്കാനാ പോകുന്നത്. ക്ഷേത്രത്തിൽ വെച്ച് എന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോ അത് മറ്റെന്തോ കാര്യമാണെന്നാ ഞാൻ കരുതിയേ. അത് ഇതിനാണെന്ന് ഞാൻ കരുതിയോ? എടാ ഭയങ്കര, നീ ആള് കൊള്ളാലോ. ഏട്ടനെ പോലെ ഞാൻ കരുതുന്നയാൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാ ഞെട്ടിപ്പോവില്ലേ? രാജോട്ടാ, എന്റെ കണ്ണിൽ ഇരുട്ട് കയറിയ പോലെയായി. എന്തൊക്കെയാ ഇവള് പറയുന്നത്? നീ എന്താ കരുതിയത്? ഒരു സന്ദർഭം കിട്ടിയപ്പോ സച്ചിൻ നിന്നോട് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞതാണെന്നോ? ഒരിക്കലുമല്ല. ഇത് സ്വാതിയും സഞ്ജുവും പ്ലാൻ ചെയ്തതാണ്. നിന്റെ കൂടെ സച്ചി അയച്ചത് നിന്നോടിത് പറയാൻ വേണ്ടിയാ. സച്ചിയും അമ്മുവും തമ്മിലുള്ള കല്യാണത്തിന് പിന്നാലെ ഇവിടെ ഉള്ള എല്ലാവരും. നിന്നോട് ആരാ പറഞ്ഞത്? അമ്മയാണോ? എല്ലാവരും ഇത് നമ്മൾ അറിയാതെ രഹസ്യമായിട്ട് വച്ചിരിക്കുകയായിരുന്നു. കാവേരിക്കും ഇതിൽ പങ്കുണ്ട്. ആ പെണ്ണും രാജു സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അന്ന് സച്ചി അവളുടെ കൂടെ അവളുടെ നാട്ടിലേക്ക് പോയത് തന്നെ ഈ ഉദ്ദേശം വച്ചിട്ടാണ്. അതിനവനെ പറഞ്ഞു വിട്ടത് ശ്രീകുട്ടിയും സഞ്ജുവും, കൂട്ടുപോയത് കാവേരി. കോടികളുടെ ആസ്തിയുള്ളവനാ സച്ചി. എന്നിട്ടവൻ കല്യാണം കഴിക്കാൻ പോകുന്നത് മറ്റൊരുത്തൻ താലി കെട്ടിയ ഒരു പെണ്ണിനെയൊക്കെ, അതും ഒരു വീട്ടു ജോലിക്കാരിയെ. ഇതൊക്കെ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കവിതേ? ഇതൊക്കെ അവന് തോന്നിയ ഒരു ആവേശം മാത്രമാ കവിതേ. അവന്റെ ഉള്ളിലിരിപ്പേ എന്താണെന്ന് ആർക്കറിയാം? കാര്യങ്ങൾ മുഴുവൻ വലിയച്ചൊന്ന് കേൾക്ക്. അവൾ ഇല്ലാതെ അവൻ ജീവിക്കില്ല എന്നുള്ള അവസ്ഥയാ. ഇതവന്റെ ഭ്രമമൊന്നുമല്ല. താലി കെട്ടാൻ തന്നെയാ അവൻ ആഗ്രഹിക്കുന്നത്. എങ്കിലവൻ കെട്ടിക്കൊണ്ട് പോട്ടെ എന്ന് വിചാരിക്കണം. ഓ, നമ്മുടെ തൊല്ല ഒഴിഞ്ഞു പോകുമല്ലോ. അവൾ ആരുടെയെങ്കിലും കൂടെ ജീവിക്കട്ടെ എന്ന് വിചാരിക്കേ. അതിന് നമ്മൾ എന്തിനു കണ്ണു തള്ളണം? ഏയ്, അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മൾ അസൂയപ്പെടേണ്ട കാര്യമില്ല കവിതേ. എന്റെ മകളുടെ ജീവിതത്തിൽ നിന്നും ഈ വീട്ടിൽ നിന്നും ആ നാശം പിടിച്ചവളൊന്ന് ഒഴിഞ്ഞു കിട്ടിയാ മതി. അവിടെയാണ് അടുത്ത ട്വിസ്റ്റ്. സച്ചിയെ സ്വീകരിക്കാൻ അമ്മു തയ്യാറല്ല. അവൾ രാജുവിനോട് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. സത്യമാണ് നീ പറയുന്നത്? അതെ, അവൾക്ക് സച്ചിയെ ഒരു ഭർത്താവായി കാണാൻ കഴിയില്ലെന്ന്. പിന്നെ ആരെ അവൾ ഭർത്താവായി കാണാൻ ആഗ്രഹിക്കുന്നത്? സച്ചി കാഴ്ചയിൽ സ്മാർട്ടാ, കോടീശ്വരനുമാണ്. ഇതൊരു മഹാഭാഗ്യമായിട്ടല്ലേ അവള് കരുതേണ്ടത്. ഞാൻ കരുതിയത് ആ പെണ്ണ് അവനെ വരയിൽ വീഴ്ത്തിയെന്നാ. 100 ജന്മം തപസ് ചെയ്താലും ഇങ്ങനെയൊരു ബന്ധം അവക്ക് കിട്ടില്ല. ഒരു കുടുംബജീവിതം സ്വപ്നം കാണുന്ന ഏതൊരു പെണ്ണും ഈ മഹാഭാഗ്യം വേണ്ടെന്ന് വെക്കില്ല. അവൾക്കത് വേണ്ടെങ്കിൽ അവൾ ലക്ഷ്യം വെക്കുന്നത് മറ്റെന്തോ ആണ്.
ഈ വീട്ടിൽ നിന്ന് പോകാനും അവൾ തയ്യാറല്ല. എനിക്ക് തോന്നുന്നത് അവളെ ഈ കുടുംബവുമായി ബന്ധിപ്പിക്കുന്ന എന്തോ ഒന്നുണ്ടെന്നാ. എവിടെ നിന്നോ കരിയില പോലെ കാറ്റിൽ പറന്നു വന്നൊരു പെണ്ണ അവള്. ഈ കുടുംബവുമായി അവക്ക് എന്ത് ബന്ധം? ഇനി നമ്മൾ സംസാരിച്ച വല്യച്ഛനോട് മുഷി, ദേ എനിക്കൊന്നേ പറയാനുള്ളൂ. അവൾ വെറും ഒരു കരിയല്ലേ അല്ല. നാശം വിതച്ചിട്ടേ അവൾ ഇവിടുന്ന് പോവും. നീ കരുതുന്നത് സച്ചി അമ്മോനോട് ആ കാര്യം സംസാരിക്കുമെന്നാണ്? ഇല്ലടാ മോനെ, അവൻ അതിന് കഴിയില്ല. മുത്തശ്ശനെന്താ അതിൽ ഇത്ര ഉറപ്പ്? അവനെ എനിക്കറിയില്ലടാ മോനെ. പ്രണയം തുറന്നു പറയുന്ന കാര്യത്തിൽ അവൻ വീക്കാം. ഒരിക്കലും ഇവിടെ വെച്ചവന്റെ പരവേശം ഞാൻ കണ്ടതല്ലേ. തിരിഞ്ഞു നിന്ന് അവൻ മുക്കിയും മൂളിയും പറഞ്ഞു വരുമ്പോഴേക്കും അവൾ അവളുടെ വഴിക്ക് പോയിട്ടുണ്ടാവും. അവന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ എന്നെ ഈ നാടകം തീർന്നേന്. ഇതങ്ങനല്ല മുത്തശ്ശ, അവൻ സീരിയസാ. അതിന് കാരണങ്ങളുണ്ട്. എനിക്ക് അവളുടെ മനസ്സിൽ തന്ന സ്പേസ് അതായിരുന്നു. കൂട്ടുകാരൻ എന്നവൾ വിളിക്കുമ്പോ അവളുടെ ജീവിതത്തിലേക്കുള്ള ക്ഷണമാണെന്ന് കരുതിയ ഞാനല്ലടാ വിഡ്ഢി. സച്ചി, നിന്റെ വാക്കുകൾ നിരസിച്ച് കളയാൻ അവൾക്ക് എങ്ങനെ ധൈര്യം വന്നു? അതിന് മാത്രം ആരാ അവള്? അവള് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള പെണ്ണ. അവളുടെ സർക്കിളിൽ ഞാൻ പെടില്ല. ഞാൻ അങ്ങനെ കരുതുന്നുള്ളൂ. സച്ചി അവക്ക് യോഗ്യനല്ല. അമ്മുവിൽ നിന്നും ഒരിക്കലും ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. എല്ലാം ഞാൻ അവസാനിപ്പിക്കാണ് മുത്തശ്ശ. ഇനി അമ്മുവിനെ നേരിടാൻ എനിക്ക് കഴിയില്ല. ഏത് പരീക്ഷയിൽ തോറ്റുപോയാലും എന്തും നേരിടാം. പക്ഷെ പ്രണയത്തിൽ തോറ്റുപോയാ മുഖം ഒളിപ്പിക്കാനാണ് നോക്കേണ്ടത്. നീ ഒരിക്കൽ എന്നോട് ചോദിച്ചില്ലട സഞ്ജു, ഞാൻ എന്ത് കണ്ടിട്ട് അവളെ ഇഷ്ടപ്പെട്ടു പോയെന്ന്. വെറൊരു ആവറേജ് പെണ്ണല്ലേ അവളെന്ന്. അമ്മുവിൽ ഞാൻ കണ്ടത് ഒരു ഭാര്യയെ മാത്രമായിരുന്നില്ല, അവളുടെ സൗന്ദര്യത്തെ ആയിരുന്നില്ല, ഒരമ്മയുടെ വാത്സല്യം, നല്ലൊരു കൂട്ടുകാരിയുടെ പരിഗണന, ജീവിത പങ്കാളിയുടെ ആശ്രയം, എല്ലാം അവളിൽ ഉണ്ടായിരുന്നടാ. പക്ഷെ അവക്കെന്റെ മനസ്സ് കാണാൻ എങ്ങനെയാടാ കഴിയാതെ പോയത്? സച്ചി, അത്രയ്ക്ക് ബോറനാണോ ഞാൻ? മനസ്സിന്റെ വാതിൽ വലിച്ചടയ്ക്കാൻ മാത്രം സച്ചി കൊള്ളരുതാത്തവനാണോടാ? എടാ മോനെ, എന്നെ എന്റെ വീട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ സ്നേഹിച്ച പെണ്ണിനും എന്നെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയി. എന്നെപ്പോലൊരു ഭാഗ്യം കെട്ടവൻ വേറെ ഇല്ലടാ. സച്ചി, അങ്ങനൊന്നും പറയരുത് മോനെ. ഇത്രയും നാള് ഞാനിവിടെ കഴിഞ്ഞത് ഈ ഒരു പ്രതീക്ഷയിലായിരുന്നു. ഞാൻ അനുഭവിച്ച സന്തോഷം ഒരു നീർക്കുമിള പോലെ ഇപ്പൊ ഉടഞ്ഞുപോയി. ഒരു വാക്കുകൊണ്ട് അവളത് ഉടച്ചു കളഞ്ഞു. ഇനി സച്ചിക്ക് എന്ത് മുഖം? അവനെ പോലെ നിന്നെ സ്നേഹിക്കാൻ ഇനി ഒരാൾ വരുമെന്ന് നീ കരുതുന്നുണ്ടോ? സച്ചിയെ പോലെ മറ്റൊരാളെ നിനക്ക് ഈ ഭൂമിയിൽ കാണാൻ കിട്ടുമോ? നീ അവനെ വേണ്ടാന്ന് വെച്ചതിനുള്ള കാരണം എനിക്ക് അറിഞ്ഞേ പറ്റൂ ലക്ഷ്മി. എനിക്ക് എന്റേതായ തീരുമാനങ്ങൾ ഉണ്ടെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. എന്ത് തീരുമാനമാടി നിനക്ക് നിന്റേതായിട്ടുള്ളത്? നീ ഇപ്പോഴും ആ കല്യാണ നാടകത്തിൽ മുഴുകി ജീവിക്കുക. അത് യാഥാർത്ഥ്യമല്ല, അഭിനയമാണെന്ന് വിശ്വസിക്കാൻ നിനക്ക് കഴിയുന്നില്ല. നിന്നോട് പലവട്ടം ഞാനത് പറഞ്ഞതാ. എന്നോട് പകവിട്ടാണോ നീ? നിന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും നീ വേദനിപ്പിക്കുക. ഒരാളെ പോലും നീ വെറുതെ വിടുന്നില്ല. ഇത് പകരം വീട്ടിലല്ലാതെ മറ്റെന്താ? ചേർത്ത് പിടിക്കുന്നവരോട് നന്ദി കാട്ടാത്തവളാ നീ. നിനക്ക് നിന്റേതായ ലക്ഷ്യമുണ്ട്.
അങ്ങനെ പറയരുത്. എന്താടി സത്യം കേട്ടപ്പോ നിന്റെ മനസ്സ് പൊള്ളുന്നോ? സച്ചിക്ക് നിന്നോട് സ്നേഹം തോന്നിയതേ ഒരു മോഹം കൊണ്ടൊന്നുമല്ല. അവൻ നിന്നിൽ കണ്ടത് അവന്റെ കുടുംബത്തെയാ. ഒരു പുരുഷന്റെ ജീവിതത്തിൽ ഒരു സ്ത്രീ ഏതെല്ലാം നിലയിൽ സ്നേഹവും തണലും ആശ്വാസമാകുന്നുവോ അതെല്ലാം അവൻ നിന്നിൽ കണ്ടെത്തി. അവനൊരു അമ്മയുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവൻ ഇങ്ങനെ വീട് വിട്ട് മറ്റൊരിടത്ത് പോയി നിൽക്കില്ലായിരുന്നു. പുരുഷനെ അവന്റെ വീട്ടിൽ പിടിച്ചു നിർത്തുന്നത് സ്ത്രീയുടെ 2 മുഖങ്ങളാ. അവൾ അമ്മയാവാം, ഭാര്യയാവാം. ആ 2 മുഖവും അവൻ നിന്നിൽ കണ്ടു. നീ മാത്രം അത് കാണാതെ പോയി. അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ചു. എനിക്ക് വലുത് എന്റെ കല്യാണമല്ല. അത് പറഞ്ഞ് എനിക്ക് ആരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കൂട്ടുകാരന് എന്നേക്കാൾ നല്ല യോഗ്യതയുള്ള പെണ്ണിനെ കിട്ടും. അതാണ് കൂട്ടുകാരന് ദൈവം വിധിച്ചിരിക്കുന്നത്. ദൈവവിധി ഇല്ലാത്തൊരു കാര്യത്തിന് നിങ്ങൾ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന. കൂട്ടുകാരന് വേണ്ടി ഒരു പെണ്ണ് എവിടെയോ കാത്തിരിക്കുമ്പോ എന്നോട് കലഹിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? കൂട്ടുകാരനെ വേദനിപ്പിച്ചെന്നോർത്ത് എനിക്ക് സങ്കടപ്പെടേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ എന്താ നിന്റെ ഭാവം? എനിക്കിപ്പോ വലുതായിട്ടുള്ളത് എന്റെ ചേച്ചിയുടെ കല്യാണവും നിങ്ങളുടെ ജീവനോ. അതിലും വലുതായിട്ട് ഒന്നുമില്ല. എന്റെ ജീവൻ കാത്തു സൂക്ഷിക്കാൻ നീ ആരാ? നീ ഞാനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇക്കണക്കിന് സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിക്കുന്നവര് കല്യാണം കഴിക്കുന്നതിന്റെ പേരിൽ ചുറ്റി പോവല്ലോ. നീ എനിക്ക് വേണ്ടി ചെയ്യുന്ന പൂജകളുകൊണ്ട് എനിക്കൊരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ലെന്ന് നീ ആദ്യം മനസ്സിലാക്ക. നീ വിശ്വസിക്കുന്ന പോലെ നിന്റെ പൂജ കൊണ്ട് എനിക്ക് ജീവൻ നിലനിർത്തുമെന്ന് വേണ്ട. മനുഷ്യരുടെ വികാരങ്ങളും വിചാരങ്ങളൊന്നും നിനക്കറിയില്ലല്ലോ. എങ്ങനെ അറിയാനാ? നീ മനുഷ്യരോട് സംസാരിക്കുന്നതിലും കൂടുതൽ തിരിച്ചൊന്നും ഉരിയാടാത്ത വിഗ്രഹങ്ങളോടല്ലേ സംസാരിക്കാറ്. ഞാൻ കരുതുന്ന പോലൊന്നും അല്ല പെണ്ണിന്റെ മനസ്സ്. അതിന്റെ അടുത്തിട്ട് കാണാൻ അത്ര എളുപ്പമൊന്നുമല്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മൾ എത്ര പാവങ്ങളാടാ. കാണുന്നതും കേൾക്കുന്നതും സത്യമാണെന്ന് നമ്മൾ ധരിക്കും. അമിതമായി എന്തിനേം വിശ്വസിക്കും. ഒടുവില് വിഡ്ഢിയാവും. ഞാനും വിഡ്ഢിയായി. പുരുഷൻ സുന്ദരനായ വിഡ്ഢിയ. അല്ലറ സഞ്ജു. എടാ, നിന്നെ അവള് തള്ളി പറയുകയോ അവൾക്ക് നീ അയോഗ്യനാണെന്ന് പറയുകയോ അല്ല ചെയ്തത്. ഞാൻ അമ്മൂനോട് സംസാരിച്ചാലേ നിനക്ക് അവള് യോഗ്യല്ലെന്നാ അമ്മ പറയുന്ന. അവൾ എന്താ ഉദ്ദേശിക്കുന്നേ? സമ്പത്തും തറവാട്ടു മഹിമയില്ലെന്നാണോ? അതോ 2ാം കെട്ടുകാരിയായി പോയെന്നോ? പച്ചക്കള്ളം. അതൊന്നും അല്ലടാ. എന്നെ ഭംഗിയായിട്ട് ഒഴിവാക്കിയത് അവള്. എന്തിന്? അത് നീ ചിന്തിക്കണം. അവള് അലങ്കാരത്തിനല്ല താലി അണിയുന്നത്. ഞാൻ കരുതിയ പോലെ പൊന്നിന്റെ വിലയല്ല അവൾ അതിന് കൽപ്പിച്ചിരിക്കുന്നത്. ഏതോ ഒരുത്തൻ ഒരു വൃത്തികെട്ടവന്റെ കയ്യിൽ നിന്ന് അവളെ രക്ഷിക്കാൻ വേണ്ടി ഒരു സഹായം ചെയ്തിട്ട് അവന്റെ പാട്ടിന് പോയി. അവൻ തിരിഞ്ഞു നോക്കില്ലെന്ന് അവക്ക് നല്ലതുപോലെ അറിയാം. എന്നിട്ടും അവൾ ഭാര്യ ചമഞ്ഞ് ജീവിക്കുന്നു. അവളൊരു വില്ലേജിൽ ജനിച്ചു വളർന്ന കുട്ടിയാ. കേട്ടറിഞ്ഞ കഥകള് ശ്രീരാമന്റെയും സീതയുടേതോ. മറ്റുള്ളവർ പറയുന്നത് പോട്ടേന്ന് വെക്കാം. കാവേരി ചേച്ചിക്ക് അത് പറയാൻ എങ്ങനെ മനസ്സ് വരുന്നു? കാവേരി ചേച്ചിയോട് ദിനേശേട്ടൻ വന്ന് മറ്റൊരാളെ കല്യാണം കഴിക്കാൻ പറഞ്ഞ കാവേരി ചേച്ചിക്ക് എന്തുമാത്രം വേദനിക്കും. അവർക്കതെന്താ മനസ്സിലാവാത്തെ? നിന്റെ ഈ സഞ്ജുവിന്റെ വിവാഹം ഒരു വിവാഹമായി അവർ കാണുന്നില്ല അമ്മു. നീ അത് മനസ്സിലാക്ക്. അവർക്ക് നിന്റെ കാര്യത്തിൽ ഒരു പരിഹാരം കാണണം, അത്രയേ ഉള്ളൂ. ഞാനവരെ കുറ്റപ്പെടുത്തില്ല. നിന്റെ മനോവേദനയല്ല അവർ നോക്കുന്നത്. മറിച്ച് അവർ പ്രാധാന്യം നൽകുന്നത് കുടുംബം തകർന്നു പോകാതിരിക്കാനാ. അങ്ങനെ സംഭവിച്ച ഇപ്പൊ നിന്നെ സ്നേഹിക്കുന്നവരൊക്കെ നിന്നെ വെറുക്കില്ലേ? എന്തിന്? ശ്രീദേവിയമ്മ പോലും നിന്നോട് ക്ഷമിക്കില്ല. ഞാൻ ചെയ്യുന്ന പൂജകൾ കൊണ്ട് അദ്ദേഹത്തിന് ജീവിക്കണ്ട പോലും. ദൈവങ്ങളെ പോലും എന്നോടുള്ള ദേഷ്യം കൊണ്ട് പരിഹസിച്ചു. ഇനിയൊന്ന് മനസ്സിലാക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ലല്ലോ. ഞാനൊരു സ്വാർത്ഥിയായിരുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ അദ്ദേഹത്തെ വിട്ടു പോവോ? പറ്റിക്കൂടാനല്ലേ ശ്രമിക്കൂ. എന്തോ ഉദ്ദേശം മനസ്സിൽ വെച്ച ഞാൻ ഈ വീട്ടിൽ വന്നതെന്നാ അദ്ദേഹം പറഞ്ഞ്. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ചെയ്യാത്ത തെറ്റിന്
എന്റെ ജീവിതത്തിൽ ഇത്രയും വേദനിച്ച ദിവസം ഉണ്ടായിട്ടില്ല. അവര് നിന്റെ സച്ചിയുടെ വിവാഹം നടന്നു കാണാൻ ഒരുപാട് ആഗ്രഹിച്ചു. പിന്നെ സച്ചിയുടെ സങ്കടം കൂടി കണ്ടപ്പോ സഞ്ജുവിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അങ്ങനെ അവൻ നിന്നോട് പൊട്ടിത്തെറിച്ച് പോയതാ. നിന്റെ കാര്യത്തിൽ സച്ചി ഒരുപാട് ദുർബലനായിപ്പോയി. നീയില്ലെങ്കിൽ ലോകമേ ഇല്ലെന്ന മട്ടിലാവാൻ. അവൻ കുറച്ചുകൂടി നിയന്ത്രണം പാലിച്ചെങ്കിൽ ഈ പ്രശ്നം ഇത്രയും വഷളാവില്ലായിരുന്നു. ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അവളവനെ വലയിലാക്കി. ആളെ മയക്ക് കയ്യിലെടുക്കാൻ അവക്കറിയാം. അമ്മയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ തരം താഴ്ത്തി സംസാരിക്കരുതെന്ന്. അല്ല, വാഴ്ത്തി പാടാൻ മാത്രം എന്താ അവക്കുള്ളത്? ഏതോ ഒരുത്തൻ കെട്ടി ഉപേക്ഷിച്ചവള്. അവള് പറഞ്ഞ കഥകള് മാത്രം കേട്ട് വിശ്വസിക്കുന്ന കൊറേ പേര്. വിഡ്ഢിയായി പോയിട്ടല്ലേ സച്ചിക്ക് ഇങ്ങനൊരു മോഹം ഉദിച്ചത്. അമ്മ പറഞ്ഞ കഥയില് 1% പോലും കള്ളമില്ലെന്ന് അവളുടെ നാട്ടിലും വീട്ടിലും പോയി അന്വേഷിച്ചറിഞ്ഞവനാ സച്ചി. നല്ല കുടുംബത്തിൽ തന്നെ അവളും ജനിച്ചത്. അവളൊന്നും ഇല്ലാത്തവളൊന്നുമല്ല. ആ തറവാടും ഭൂസ്വത്തുക്കളും അവളുടെ പേരില. അയ്യോ, പിന്നെന്തിനാടി അവൾ ഇവിടെ ഒരു വീട്ടുജോലിക്കാരിയായി വന്ന് കിടക്കുന്നത്? അവളുടെ ബന്ധുക്കളെ ഭയന്നിട്ട്. അച്ഛന്റെ പ്രായമുള്ളൊരു തെമ്മാടി അവളെ മോഹിച്ച് ഇപ്പോഴും ആ വീട്ടിൽ കിടപ്പുണ്ട്. അവിടെ ഉള്ളവരെല്ലാം അയാൾക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്നവരാ. അമ്മ അനിയത്തിയോടൊന്ന് ചോദിക്കും, കാവേരി ഇളയമ്മ പറഞ്ഞു തരും. അവളിവിടുന്ന് പോവാൻ പ്രാർത്ഥിച്ച് നടക്കുമല്ലേ അമ്മ? പിന്നെന്തിനാ അവളുടെ സച്ചിയുടെയും വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നത്? അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അമ്മയ്ക്ക് അസൂയുണ്ടെന്നല്ലേ. അവനെ അവളെ കെട്ടിയ എനിക്കൊരു ചുക്കുമില്ല. ആ ശല്യം ഇവിടം വിട്ടു പോയാൽ മാത്രം മതി എനിക്ക്. അത് ഇങ്ങനെയാണെങ്കിൽ എനിക്ക് അതിൽ കൂടുതൽ സന്തോഷം എന്താ? സച്ചിക്കൊരു 2ാം കെട്ടുകാരിയെ മാത്രമേ കിട്ടിയുള്ളൂ എന്നുള്ള സഹതാപം മാത്രമേ എനിക്കുള്ളൂ. അല്ലെങ്കിലും അവന്റെ അച്ഛന് ഇങ്ങനെ തന്നെ വരണം. നിനക്കറിയാത്തൊരു കാര്യം ഞാൻ പറയാം. ഇതുപോലൊരുത്തിയെ തറവാട്ടിൽ കേറ്റാൻ മുകുന്ദേട്ടന് കൂട്ടി നിന്നവനാ ആ സേതുമാധവൻ. മോൻ തന്നെ അതേ നാണയത്തിൽ അച്ഛന് തിരിച്ചടി കൊടുക്കുന്നു. വലിയ പ്രതീക്ഷയിലായിരുന്നു മോളെ സച്ചി. ഞാൻ വലുതായി സന്തോഷിച്ചു. സച്ചി ഈ വീട്ടിൽ നിന്നൊരു പെണ്ണെടുക്കുന്ന പോലെ ഞാൻ കരുതിയത്. എന്നെ പോലെ തന്നെ അമ്മുവിനെ എന്റെ കൊച്ചുമോളെ ഞാൻ കണ്ടു. അമ്മു ഒരു കാലത്തും നമ്മളെ വിട്ടുപോകില്ലെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. മുത്തശ്ശനും സഞ്ജുവിന്റെ അമ്മയ്ക്ക് മാത്രമേ അവളെ സ്വന്തമായി കാണാൻ കഴിഞ്ഞുള്ളൂ. സഞ്ജു അവനെ ആശ്വസിപ്പിക്കാൻ കൂട്ടിക്കൊണ്ടുപോയത്. അവനെന്ത് ആശ്വാസം തോന്നാനാ? അത്രയ്ക്ക് സ്വപ്നം കണ്ടതാ സച്ചി. അവന്റെ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല. മോനെ സച്ചി, നീ ഇങ്ങടുത്ത് വാ. എനിക്കൊന്നുമില്ല മുത്തശ്ശ, നിങ്ങൾ സംസാരിക്കുക. ഞാൻ കുറച്ചു സമയം തനിച്ചിരിക്കട്ടെ. അമ്മൂന് പറയാനുള്ളതെല്ലാം അവൾ എന്നോട് പറഞ്ഞു. അവളെ വഴക്ക് പറയാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല സഞ്ജു. ഞാൻ പറഞ്ഞതൊന്നും സച്ചിയുടെ മനസ്സിൽ കയറിയത് പോലുമില്ല. അവൻ തിരിച്ചു വരാത്ത വിധം തകർന്നു പോയി മുത്തച്ഛ. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അവന്റെ സ്നേഹം സത്യസന്ധവും ആത്മാർത്ഥവുമായിരുന്നു. അവൻ ആരെങ്കിലും വേദനിപ്പിച്ചതോ സങ്കടപ്പെടുത്തിയതായിട്ടൊന്നും എനിക്ക് ഇതുവരെ അറിയില്ല. എല്ലാവരും പെട്ടെന്ന് തന്നെ സച്ചി ഇഷ്ടപ്പെട്ടു പോകാനുള്ള കാരണവും അതാ. അങ്ങനെയുള്ള ഒരാൾക്ക് സ്നേഹത്തിന്റെ പേരിൽ തിരിച്ചടി വരുമ്പോ താങ്ങാനാവില്ല. അവൻ അനുഭവിക്കുന്ന വേദനയ്ക്ക് എത്ര ആഴുണ്ടെന്ന് എനിക്കറിയാം. ശുദ്ധനാ സച്ചി. അവൻ എന്ത് ചെയ്യുമെന്ന് പോലും പറയാൻ പറ്റില്ല. എന്നെ പോലെ ഞാനും അവനെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ തകർച്ച മറികടക്കാൻ അവന് കഴിയില്ല മോനെ. നീ അവനെ ശ്രദ്ധിക്കണം. അവനിഷ്ടം പങ്കുവെച്ചത് ഒരു സാധാരണ പെൺകുട്ടിയോട്. അവളത് നിരസിച്ചാൽ സച്ചിയെപ്പോലെ ചെറുപ്പക്കാരന് അത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല.
ജീവിതം തന്നെ വെറുത്തു പോകും. എന്നെ എന്താ സംഭവിക്കാന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ മുത്തച്ഛ. അവന്റെ മനസ്സൊന്ന് ശാന്തമാകുന്നവരെ സദാസമയവും നീ അവന്റെ കൂടെ ഉണ്ടാവണം. അങ്ങനെയാണ് ലോകത്തിന്റെ പക്ഷേ പ്രണയത്തോളം അസംബന്ധമായ ഒരു സംഗതി ഈ ഭൂമിയിലില്ലെന്ന് വിശ്വസിക്കുന്നവനായി ഞാൻ. വെറുതെ ടൈം വേസ്റ്റ്. കറക്റ്റ്. എന്റെ ഒരു വേഴപട്ടക്കാലം വഴിതെറ്റിച്ചു കൊണ്ടുപോയത് ആ ചപല വികാരമാണ്. ഇല്ലെങ്കിൽ ഞാൻ എവിടെ എത്തേണ്ടവനായിരുന്നു. അത് തോറ്റുപോയവരുടെ ജൽപ്പനമാണ്. നീ കാന്തവും അവൾ മരക്കഷ്ണമായി പോയി. അറിയേണ്ടതുപോലെ നീ അവളെ അറിഞ്ഞില്ല, അവൾ നിന്നെയും അറിഞ്ഞില്ല. പിന്നെ എന്തിന് നഷ്ടകാലം പ്രണയത്തിന്റെ തലയിൽ കെട്ടിവെക്കണം? മദ്യത്തിന്റെ പുറത്താണെങ്കിലും അയാൾ പറയുന്ന സത്യം. പ്രണയത്തിന്റെ കാര്യത്തിൽ എന്നും ദുരന്തം വന്നിട്ടുള്ളത് പുരുഷന് മാത്രമേ ഉള്ളൂ. വഞ്ചിക്കപ്പെടാനാ നമ്മുടെയൊക്കെ വിധി. നിങ്ങൾ തർക്കിക്കണ്ട. നമ്മുടെ കവിക്ക് പറയാനുള്ള എന്താന്ന് കേൾക്കാം. അല്ലയോ കവി, മൗനത്തിന്റെ പുറന്തോട് പൊട്ടിച്ച് പുറത്തോട്ട് വാ. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം. പിന്നെ പ്രണയം കൊല്ലുന്ന ലഹരിയാണ്, കത്തുന്ന ചിതയാണ്. ആ പ്രണയം ഒരു മരീചികയാണെന്ന് അറിഞ്ഞാലോ എല്ലാവർക്കും മുന്നിലും അവൻ ഒരു കോമാളിയാവും. 100 വട്ടം മരിക്കാനുള്ള ചിന്തയാവും അവന്റെ ഉള്ളിൽ. മോചനമില്ലാത്ത ലഹരിയുടെ അവസാനം മരണം മാത്രമാണ്.